സ്വരങ്ങളായി. ശരീരം പകുതി ഭാഗം അനങ്ങാതെയായിട്ട് 15 കൊല്ലായി. പക്ഷേ എൻ്റെ തലച്ചോറിപ്പോഴും സജീവമാണ്. എൻ്റെ ഒരു ഭാഗം മതി ജീവിക്കാൻ. ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അമ്മയുടെ മൂകാംബികയെ പറ്റിയുള്ള ഒരു കീർത്തനം ഇന്നലെ എഴുതിയത്. അത് ഒരു കന്നഡ കീർത്തനം, ഒരു പാട്ട് എഴുതിയിട്ടുള്ള ഒരാൾ ആ ട്യൂൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ട്യൂണിലാണ് ഞാൻ ചെയ്തത്. ഞാൻ ഏകദേശം 1500 രൂപ കച്ചേരികൾ നടത്തിയിട്ടുണ്ട്, കേരളത്തിലും പുറത്തുമായിട്ട്. സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഒരിക്കലും ഒരു അപകടമായിട്ടുള്ള വിഷയങ്ങളെ ഞാൻ കാണാറില്ല. സ്വരങ്ങളായി. ശരീരം പകുതി ഭാഗം അനങ്ങാതെയായിട്ട് 15 കൊല്ലായി. പക്ഷേ എൻ്റെ തലച്ചോറിപ്പോഴും സജീവമാണ്. എൻ്റെ ഒരു ഭാഗം മതി ജീവിക്കാൻ ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനൊക്കെ ശേഷമുള്ള മിന്നൽ വളയൊക്കെ വന്നത് പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അമ്മയുടെ മൂകാംബികയെ പറ്റിയുള്ള ഒരു കീർത്തനം ഇന്നലെ എഴുതിയത്. അത് ഒരു കന്നഡ കീർത്തനം, ഒരു പാട്ട് എഴുതിയിട്ടുള്ള ഒരാൾ ആ ട്യൂൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ട്യൂണിലാണ് ഞാൻ ചെയ്തത്. അത് ഹരിശങ്കരൻ, KS ഹരിശങ്കരല്ലേ, നമ്മളെ രാജേഷിൻ്റെ കൊച്ചുമോൻ, അവന് വേണ്ടിയാണ് ഞാൻ, അവനാണ് എനിക്ക് അയച്ചു തന്നത്. ഞാൻ കൊടുക്കാൻ പോയിന്ന് രാത്രി. ശരി. ഇപ്പോഴും അമ്മ സജീവമാക്കിയിട്ടുണ്ട്. അല്ല, തീർച്ചയായും ഒരു ഈ പറഞ്ഞ പോലെ ഈ പലപ്പോഴും തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന ആ ജീവിതത്തിനിടയിൽ മറ്റ് ദൂഷ്യവശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ശരീരത്തിന് അതിൻ്റെ ചില ആയാസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും അന്ന്. കാരണം ഇത്ര തിരക്ക് പിടിച്ചൊരു ജീവിതം, കലാജീവിതം, അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ദുസ്വഭാവം ഇല്ലെങ്കിലും കൃത്യമായ രീതിയിൽ ശരീരത്തെ സംരക്ഷിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവും. ആ സമയത്താണ് ഈ പറഞ്ഞതുപോലെ ശരീരം അറിയില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നല്ലോ. അതെ, പക്ഷെ അന്നും ഓർക്കുന്നുണ്ട്. ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞതും എഴുതിയതായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ മൺമറഞ്ഞ കലാഭവൻ മണിയുടെ കാരവാനിലാണ് നാട്ടിലേക്ക് എത്തിയതെന്ന് അങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത ഒരു കലാപ്രതിഭ, കലാകാരൻ എന്നുള്ള ആ ഒരു വിശേഷണത്തിലേക്ക് അപ്പുറത്തേക്കാണ് കലാപ്രതിഭ. അതായത് എനിക്ക് തോന്നുന്നു കൈതപ്പുറം തിരുമേനി പരമ്പര പകർന്നു കിട്ടിയിട്ടുള്ള ആ സംഗീതം, ആ സംഗീതത്തിലുപരി ആത്മാവ് കൊണ്ടുള്ളൊരു ആത്മസാധനയായിരുന്നു. എനിക്കിത് നേടണം എന്ന് വിചാരിച്ചിട്ട്, അത് എനിക്ക് തോന്നുന്നു ഒരു 11നും 15നും ഒക്കെ ഇടയിൽ വയസ്സുള്ള സമയത്താണ് ഇത്ര ഉത്കടമായിട്ടുള്ളൊരു ആഗ്രഹം വരുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് വീടും ഒക്കെ വിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. കാരണം പിന്നെ ഇന്ന് വരെ വേറെ ഉണ്ടായിട്ടില്ല. അപ്പൊ പഠിക്കണം. അവിടെയാണ് അമ്മ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. വാഗർദ് സിദ്ധി പ്രധാനിയായ അമ്മ ആ വാഗർദ് സിദ്ധി തന്നു, സംഗീതവും തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഏകദേശം 1500 രൂപ കച്ചേരികൾ നടത്തിയിട്ടുണ്ട്, കേരളത്തിലും പുറത്തുമായിട്ട്. അതും ഞാൻ ഇപ്പൊ മാതൃഭൂമിയിലേക്ക് ജോലിയുള്ളപ്പോൾ അവിടെ പ്രൂഫ് റീഡിങ് ആയിരുന്നില്ല ആദ്യം. അപ്പൊ ആ സമയത്ത് മിക്കവാറും രാത്രിയാണല്ലോ പത്രം അടിക്കണേ. ആ സമയം അങ്ങനെ വരുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു പീരിയോഡിക്സിന്റെ ചുമതല ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സമയത്തിന് എത്തണം. അപ്പൊ ആ സമയത്തിനുള്ളിൽ ഒരു 5 മണിക്ക് കച്ചേരിയൊക്കെ തുടങ്ങി 9 മണിക്കുള്ളിൽ തീർത്ത് ജോലിക്ക് പോകണം. അപ്പൊ അത്രത്തോളം അന്നേ മുതൽ തന്നെ അതൊരു ചിട്ടയാക്കി എടുത്തിട്ട് അങ്ങനെ സംഗീതത്തെ ഉപാസിച്ചതാണ്. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി കാണുന്നതൊരു ഓർത്തു വയ്ക്കുന്നത് തിരുമേനിയെക്കുറിച്ച്, സാധാരണ ശാസ്ത്രീയ സംഗീതം പഠിച്ച് കച്ചേരിക്കൊക്കെ പോണ ആളുകൾ ലളിത സംഗീതത്തിൽ അത്ര കണ്ട് പുച്ഛായിരിക്കും, വിൽപ്പത്തി ഉണ്ടാവില്ല. പക്ഷേ ഇത് രണ്ടും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യണം നമ്മുടെ ദാസേട്ടൻ. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ തിരുമേനി പലപ്പോഴും പല പാട്ടുകളും വേദിയിൽ പാടുമ്പോൾ എനിക്ക് അങ്ങനെ അതിശയം തോന്നിയിട്ടുണ്ട്. മതം പൊട്ടിച്ചിരിക്കുന്ന വാനം അപ്പം അത് ഭംഗിയായിട്ട് പാടിയിരിക്കുന്നത് എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അത് പണ്ട് പാടിയിട്ടിരിക്കുന്നത്. അതുപോലെ പല പാട്ടുകളും ഇപ്പോൾ സ്വന്തം കളിവീട് ഇറങ്ങിയതിലും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ മകൻ ദീപാങ്കുരൻ, അദ്ദേഹം നല്ല സംഗീതജ്ഞൻ. അപ്പോൾ പരമ്പരയായിട്ട് കിട്ടിയിരിക്കുന്ന അടുത്ത തലമുറയ്ക്ക് കൂടി അത് പകർന്നു വെച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, മറ്റു മാർഗങ്ങളില്ല എന്ന് പറയുന്നത് പോലെ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സാധകനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവനെ എത്തിക്കാവുന്ന ഒരു ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ചമ്മ നയിക്കുന്ന ഒരു കാഴ്ചയാണ് കൈതപ്പുറം തിരുമേനിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.
ഇല്ലായ്മകളിൽ നിന്ന് വല്ലായ്മകളിൽ നിന്ന് പത്മശ്രീയിലേക്ക് വരെ അമ്മ നയിച്ചു. പിന്നെ സംശയമില്ല. അത് ഈ കല, സംഗീതം എന്ന ആ മേഖലയിൽ തന്നെ സാമൂഹ്യ സേവനത്തിനല്ല അങ്ങേക്ക് പത്മശ്രീ കിട്ടിയിരിക്കുന്നത്. അതെ. അപ്പോൾ ആ പത്മശ്രീയുടെ ഒരു പ്രത്യേകത അർഹതപ്പെട്ടവർ ധാരാളം ആളുകൾക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പത്മശ്രീയും പത്മഭൂഷണൊക്കെ വലിയ വിവാദങ്ങളിൽ പോകുന്ന ആ വശം നമ്മൾ പറയുന്നില്ല, പരാമർശിക്കുന്നില്ല. പക്ഷേ ഈ പത്മശ്രീ കിട്ടുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു കാര്യം ഇതാണ്: എനിക്കിത് പഠിച്ചേ പറ്റൂ, എനിക്ക് പഠിച്ചേ പറ്റൂ. ഇത് വെച്ച് എനിക്ക് പണം ഉണ്ടാക്കണമല്ല, എനിക്കിത് പഠിക്കണം, എനിക്ക് പഠിക്കണം. അതുപോലെ അന്ന് ശാന്തിക്കാരനായിരിക്കുമ്പോഴും നാഴിയരി, ഈ നാഴിയരി കൂട്ടി വെച്ച് അന്ന് അത് ഒരു നാഴി കൊണ്ടൊക്കെ കാര്യങ്ങൾ കഴിച്ചു കൂട്ടാനൊക്കെ നോക്കുമായിരുന്നു. ഈ നാഴിയരി കൂട്ടി വെച്ച് അന്ന് സിനിമയിൽ അന്ന് കമ്പൗണ്ടായിരുന്നു. സിനിമ കമ്പൗണ്ട് MT വാസുദേവൻ അദ്ദേഹം കമ്പൗണ്ട്, യേശുദാസ് കമ്പൗണ്ട്. അപ്പോൾ MTയുടെ നോവൽ ഇരുന്നിരിപ്പിലൊക്കെ വായിച്ചു തീർക്കും. പണ്ടനവിളക്ക് കത്തിച്ചു വെച്ചിട്ടായാലും വെളുപ്പിന് അമ്മ കൊടിവിളക്കം കൊണ്ട് വിളക്ക് കാണിക്കാൻ വരുമ്പോഴും ഇരുന്ന് പുസ്തകം വായിക്കുക. അപ്പൊ അന്ന് ആ പരന്ന വായന അത്രത്തോളം ഗാഠമായിട്ടുള്ള വായന. അല്ല, വാസോട്ടനെ അത്രയും ആരാധിക്കുന്ന ഞാൻ വാസോട്ടന്റെ കീഴിൽ ജോലി ചെയ്തു. അതെ, വാസോട്ടൻ വീക്കിലുള്ള സമയത്ത് ഞാൻ അവിടെ പിന്നെ ഇതൊക്കെ എന്നെ വിളിക്കുകയും ചെയ്തു. ഈ പാട്ടുകളെല്ലാം വാസോട്ടൻ എഴുതിച്ചതാ. മാത്രമല്ല തീർത്ഥാടനത്തില് അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നത് ജാനകിക്കുട്ടി ആ സാധനത്തില് ആ തീർത്ഥാടനത്തില് അത്രയും വലിയ മുഹൂർത്തങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ എന്നിട്ട് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു അതിനകത്ത് ആ സീനില്. തീർച്ചയായിട്ടും അവിടെ കുടജാദ്രിയിലൊക്കെ അവർ പോയി മടങ്ങുമ്പോഴും അങ്ങനെ എത്ര സൗവർണിയെ കുറിച്ചൊരു പാട്ട്. പിന്നെ അതെ, സൗവർണി അത് ദാസേട്ടൻ അല്ല വാസുവേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത്. അയ്യോ, അത് ഗംഭീര പാട്ട്. അതെ അതെ, സഖ്യാദ്രി സ്ഥാനത്തിൽ അതൊക്കെ പണ്ട് പ്രകൃതി ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞു വാസുവേട്ടൻ. മൂകാംബിയുടെ ആ എന്താ പറഞ്ഞ ശാതുല ഭംഗിയൊക്കെ വരച്ച് കാണിക്കുന്ന വാസുവേട്ടൻ പറഞ്ഞത് വരികളിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ തീർച്ചയായും അതൊന്നും ഒരിക്കലും കാരുണ്യാണ്, അമ്മയുടെ കാരുണ്യം. തീർച്ചയായും ഒരു തവണയെങ്കിലും അത് ഞങ്ങൾക്കും അത് ഒരു ശ്രോതാക്കൾ എന്ന രീതിയിൽ, പ്രേക്ഷകർ എന്ന രീതിയിൽ ഞങ്ങൾക്കും ഒരു അനുഭവം തന്നെയായിരുന്നു അത്. തീർച്ചയായും ആ പാട്ട് ഭ്രാന്തി പിടിച്ചിട്ടുള്ള ഒരാളുണ്ട് തൃശ്ശൂരുള്ള, എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, എന്നെ പാടി കേൾപ്പിച്ചോണ്ടിരിക്കുക പാട്ട്. അല്ല, ഈ തീർത്ഥാടനമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പരിപാടികൾക്കൊക്കെ പോകുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ സിന്ദൂര തിലകാഞ്ചിതൊക്കെ സ്റ്റേജിൽ പാടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആ എവിടെ നീ എവിടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അമ്മയെ വിളിക്കുമ്പോഴേ പൊട്ടിപ്പോണൊരു അവസ്ഥയിലേക്കാണ്. പിന്നെ അത്രത്തോളം അത് അങ്ങനെ കണ്ടിട്ടാണ് എഴുതിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന് വേറെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആ പ്രദക്ഷിണത്തിന്റെ ഇതാണ്. അവിടെ തന്നെ മൂകാംബി പ്രദക്ഷിണ മണ്ഡപത്തിലിരുന്ന് പാടുന്നത്, സരസ്വതി മണ്ഡപത്തിലിരുന്നിട്ടാണ് അത് പാടുന്നത്. അപ്പൊ അത് കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവം തന്നെയായിട്ട് മാറുന്നു. സന്തോഷം. അവിടെ കവിയും പാട്ടുകാരനും സാധകനും ഒക്കെ ഒരുമിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അയ്യോ, അതൊരിക്കലും ഭക്തിയെ വീതിയിട്ടില്ലല്ലേ അങ്ങയുടെ ചാനല്? അതെ, വിശ്വാസം. തീർച്ചയായിട്ടും വിശ്വാസിയായ എന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം. എന്നിലാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്മനസ്സിനാലിലെ ഈ പള്ളിയോട് കണ്ണനുണ്ണിയ എനിക്ക് എൻ്റെ എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എൻ്റെ അമ്മയും കണ്ണനും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പുറത്ത് കാണുന്നതെല്ലാം അവരെയാണ് കാണുന്നത്. അങ്ങയിലും ഞാൻ കാണുന്നു സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഒരിക്കലും ഒരു അപകടമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ കാണാറില്ല. ഏതായാലും കാരുണ്യത്തിൻ്റെ ഈ ദിവസം എനിക്ക് അങ്ങയെ പരിചയപ്പെടാനും ഈ ചാനലിൽ സംസാരിക്കാനും പറ്റിയത് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് ഞാൻ തോന്നുന്നു. അങ്ങക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അങ്ങ് ഈ സ്റ്റുഡിയോയിൽ കിട്ടിയത് വിശ്വാസത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. തീർച്ചയായിട്ടും.